ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ കുറച്ചു നേരം കഴിഞ്ഞ ഒരു വലിയ രീതിയിൽ ഒരു വഴക്ക് നമ്മുടെ അനുമോളും ആര്യനും തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിന് പിന്നിലെ ഒരു കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് വീണ്ടും പറയുവാണ്. ഇന്നലെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എപ്പിസോഡിന്റെ അവസാനം ഷാനവാസ്, ആദില, അനുമോളൊക്കെ തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ്. അതില് ഇവർ പറയുന്ന ജിസേലും ആര്യനും പുതപ്പിനുള്ളിൽ എന്തോ പരിപാടിയാണെന്നുള്ള രീതിയിലൊക്കെ മസ്താനി പറഞ്ഞതായിട്ട് ഇവര് പറയുന്നുണ്ട്. മസ്താനി പുറത്തുനിന്ന് കണ്ടിട്ടാണ് പോയത്. അപ്പൊ മസ്താനി പറയുന്നവര് മുഖവിലക്കെടുത്ത് ആ രീതിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അവര് പുതപ്പിനകത്തിരുന്ന് മസാജിങ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. മസാജിങ്ങും അങ്ങനെ പല പരിപാടികളും ആണെന്നാണ് അറിഞ്ഞത്. റെനയും ചിലപ്പോൾ ചെയ്തു കൊടുക്കാറുണ്ട് ജിസേലിന് മസാജ്, പുതപ്പിനുള്ളിൽ കയറിയിരുന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം മസ്താനി അവിടെ പോയി അതൊരു ഗെയിം പ്ലാൻ ആക്കി എടുത്ത് ജിസേലിന്റെയും ആര്യന്റെയും ഒരു ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് മസ്താനി കളിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അനുമോളുടെയും ഷാനവാസിന്റെയും അഭിലാഷിന്റെയും ഒക്കെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ട് അനുമോൾ ഇന്ന് നമ്മുടെ ആര്യനെതിരെ ഒരു ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. ഇത് ഇന്നലെ അനുമോള് പറഞ്ഞായിരുന്നു, ഇനി അവൻ എന്നെ കളിയാക്കുവാണ്, ടാർഗറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെയാണ് അനുമോൾ ഇന്നലെ പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് അനുമോൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെനിക്ക് വലിയൊരു അതിശോക്തി ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്തെങ്കിലും രീതിയിൽ അനുമോളെ പ്രൊവോക്ക് ചെയ്യാതെ അനുമോൾ അങ്ങനെ ഒരു കാര്യം പറയില്ലെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ആ ഒരു രീതിയിലൊരു മര്യാദ ഉണ്ടെന്നൊക്കെ അനുമോൾ പറയുന്നത് കേട്ടിരുന്നു. അപ്പോ ഇനി നമ്മൾ ലൈവിൽ കാണാൻ പോകുന്ന ആ ഒരു ഫൈറ്റിന്റെ കാരണം ഇതാണ്. ആര്യനും ജിസേലും പുതപ്പിനകത്ത് കയറിയിരുന്ന എന്തോ പരിപാടിയാണെന്ന് മസ്താനി പറഞ്ഞതായിട്ട് ഇവര് അറിഞ്ഞു. അപ്പൊ പുറത്തുനിന്ന് വന്ന ഒരാൾ പറയുന്ന ഒരു കാര്യം ഇവർ അന്ധമായിട്ട് വിശ്വസിക്കും, അകത്തുള്ളവരെ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ കേട്ട് അറിഞ്ഞിട്ടാണ് അവരതിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് മുഖവിലക്കെടുക്കും എന്നുള്ള ഒരു കാര്യമാണ്. എല്ലാ സീസണിലും കണ്ടസ്റ്റൻസ് 10-25 ദിവസം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിട്ട് ഒരു ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ച ആളുകളാണ്. അപ്പോൾ അവർ വൈൽഡ് കാർഡുകൾ പറഞ്ഞത് സ്വാഭാവികമായിട്ടും മുഖവിലക്കെടുക്കും. അത് സീരിയസ് ആയിട്ട് തന്നെ കാണും, ഗെയിം പ്ലാൻ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ആ രീതിയിലൊരു കളിയാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത്.